വെളിപ്പാട് പുസ്തകം 17:8. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതും ആകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. സ്വാഭാവികമായി നടക്കുന്നതിനപ്പുറമായി നടക്കുന്ന കാര്യങ്ങൾ മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്നവയാണ്. ഏതെങ്കിലും വ്യക്തികളിലൂടെ അങ്ങനെയുള്ളവ നടക്കുമ്പോൾ വലിയൊരു സമൂഹം മനുഷ്യർ അവരെ ദിവ്യശക്തിയുള്ളവരായി കണക്കാക്കും. അവർ ചെയ്യുന്നതും പറയുന്നതുമെല്ലാം ശരി മാത്രമെന്ന് ചിന്തിച്ച് അവരെ ദൈവമായോ ദൈവത്തിൻ്റെ പ്രതിനിധിയായോ ഒക്കെ കണക്കാക്കി അന്ധമായി വിശ്വസിച്ച് പിന്തുടരും. വാസ്തവത്തിൽ ഇത് ദൈവത്തിൻ്റെ വ്യവസ്ഥകൾക്ക് എതിരാണ്. ദൈവത്തിന് മാത്രമാണ് ആരാധന അർപ്പിക്കേണ്ടത്. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന മൃഗത്തെക്കുറിച്ച് പറയുന്നത് ഉണ്ടായിരുന്നതും ഇപ്പോൾ അഥവാ യോഹന്നാൻ ഈ വെളിപ്പാട് കാണുമ്പോൾ ഇല്ലാത്തതും ഭാവിയിൽ വരാനിരിക്കുന്നതും അതിനുശേഷം നാശത്തിലേക്ക് പോകാനിരിക്കുന്നതും ആണ്. ദൈവത്തെക്കുറിച്ച് ഇന്നലെയും ഇന്നും എന്നേക്കും ഇരിക്കുന്നവൻ അഥവാ അനന്യൻ എന്ന് വെളിപ്പെടുത്തുമ്പോൾ ഈ മൃഗമാകട്ടെ നിലവിൽ ഇല്ലാത്തതാണ്. സാത്താൻ ഓരോ കാലത്തും ചില വ്യക്തികളെ തൻ്റെ ഉപകരണമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഭൂമിയിൽ എങ്ങും ഉണ്ടാകാനിരിക്കുന്ന മഹോപദ്രവ കാലത്ത് ഈ മൃഗം എന്ന എതിർക്രിസ്തുവിലൂടെ സാത്താൻ ഭരണം നടത്താൻ ശ്രമിക്കും. അതിനായി ഈ മൃഗത്തിന് അസാധാരണമായ ശക്തി നൽകി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇത് കാണുമ്പോൾ മനുഷ്യർ ഈ മൃഗത്തെ ദൈവമെന്ന് തെറ്റിദ്ധരിച്ച് അതിശയിച്ച് ആരാധിക്കും. അവരെക്കുറിച്ചാണ് പറയുന്നത്, ജീവപുസ്തകത്തിൽ അവരുടെ പേര് ഉണ്ടാവുകയില്ല. ഇന്നും സാത്താൻ പല മനുഷ്യരെയും തൻ്റെ ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യർ അത്ഭുതങ്ങൾ കണ്ടാൽ അതിൽ ആകൃഷ്ടരാകുമെന്ന് അറിയാവുന്നതിനാൽ തൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് പല അത്ഭുതങ്ങളും പ്രവർത്തിക്കാൻ മനുഷ്യരെ പലരെയും ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നും തെറ്റിദ്ധരിച്ച് വീണു പോകാതെ ദൈവത്തെ മാത്രം ആരാധിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.